ആചാരപ്പെരുമയിൽ തിരുവോണത്തോണി ആറന്മുളയിലെത്തി മങ്ങാട്ട് ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ കാട്ടൂരിലെ 18 നായർ കുടുംബാംഗങ്ങൾ ചേർന്ന് കൊണ്ടുവന്ന വിഭവങ്ങൾ ശിരസിലേറ്റി ഭഗവാന് സമർപ്പിച്ചു. തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന ഈ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് ആറന്മുളയിൽ തിരുവോണ സദ്യ ഒരുക്കുക. പള്ളിയോടങ്ങളുടെ അകമ്പടിയിലെത്തിയ തിരുവോണത്തോണി ദർശിക്കാനായി വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. CG ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറന്മുളയിലെയും 52 പള്ളിയോടക്കരകളിലെയും ആഘോഷങ്ങളെല്ലാം ഈ ക്ഷേത്രവും ഇവിടുത്തെ തിരുവോണത്തോണിയും പള്ളിയോടങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്. അവരുടെ ഓണത്തിന്റെ എല്ലാ ആഘോഷങ്ങളും ഈ പള്ളിയോടങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്. ഇന്നലെ വൈകുന്നേരം കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവോണത്തോണി പുലർച്ചെ ഏതാണ്ട് 5:00 ക്ഷേത്ര കടവിലെത്തി. അവിടെ നിന്ന് 18 നായർ കുടുംബങ്ങളിലെ അംഗങ്ങൾ ചേർന്ന് തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ ആറന്മുളയപ്പന് സമർപ്പിച്ചു. അതിന് ആ വിഭവങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ സദ്യയാണ് ഇന്ന് ആറന്മുളയിൽ ഭഗവാന് വിളമ്പും. ഒപ്പം ഭക്തർക്കും ആ സദ്യ വിളമ്പും. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആറന്മുള ക്ഷേത്രത്തിൽ ഭഗവാനെ ഒന്ന് കണ്ട് തിരുവോണത്തോണിയുടെ വരവൊന്ന് കണ്ട് മടങ്ങാനായി തിരുവോണ ദിവസം അത് വലിയ പുണ്യമായാണ് ഈ പള്ളിയോടക്കരയിലുള്ള ആളുകളൊക്കെ കാണുന്നത്. പള്ളിയോടം ഒന്ന് കാണുക, തിരുവോണത്തോണി അങ്ങനെ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി എത്തുന്നത്, ആ ദൃശ്യങ്ങൾ ഒന്ന് കാണുക, അതൊന്ന് കണ്ട് തൊഴുത് മടങ്ങുന്നത് വലിയ പുണ്യമായി, ജീവിതത്തിലെ വലിയ പുണ്യമായാണ് ആറന്മുളയിലെയും ഈ പള്ളിയോട ദേശങ്ങളിലെയും ഒക്കെ ആളുകളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അത് ആ ദൃശ്യം കാണാനായി ആ ഒരു നിമിഷത്തിനായി കാത്തിരുന്ന ആളുകളൊക്കെ ദർശനം നടത്തി മടങ്ങാനുള്ള തിരക്കിലാണ്. ഒപ്പം തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തിയ ആ പള്ളിയോടങ്ങളിലെത്തിയ കരക്കാർ ഓരോരുത്തരും തിരുവാർമുളയപ്പന് മുമ്പിൽ ഈ കൊടിമരച്ചുവട്ടിലെത്തി വഞ്ചിപ്പാട്ട് പാടി അവരുടെ സർവ്വവും ഭഗവാന് സമർപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആറന്മുളയെ സംബന്ധിച്ച് ഈ ദേശങ്ങളിലൊക്കെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പള്ളിയോടക്കരകളിലെല്ലാം അവരുടെ ജീവിതത്തിന്റെ താളവും ഗതിയും എല്ലാം ഈ ആറന്മുള ക്ഷേത്രവും വഞ്ചിപ്പാട്ടും ഈ പള്ളിയോടങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ പുലർച്ചെയും ഇവിടെ എത്തി, ഈ ക്ഷേത്രത്തിലെത്തി. നമുക്കറിയാം, എല്ലാവരും ഓണക്കോടിയൊക്കെ പുത്തൻകോടിയൊക്കെ ധരിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പരമ്പരാഗത വേഷത്തിലാണ് പള്ളിയോടക്കരകളിൽ നിന്ന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക. ഇവിടെ എത്തി എല്ലാം ഭഗവാൻ സമർപ്പിച്ച് അവർ മടങ്ങുകയാണ്. വരുന്ന ഇനി ഉത്രട്ടാതിയാണ്. ആറന്മുളയെ സംബന്ധിച്ച് തിരുവോണത്തെക്കാൾ ഏറെ ആഘോഷവും ആരവവും ഒക്കെ ഉള്ളത് ഉത്രട്ടാതി ജലമേള ദിവസമാണ്. എന്നാൽ ഇന്ന് ആചാരപരമായി അനുഷ്ഠാനപരമായി ഏറെ പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ടാണ് ഈ പള്ളിയോടക്കരകളൊക്കെ ഇവിടേക്ക് എത്തുന്നത്. തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ടാണ് ആറന്മുളയുടെ പള്ളിയോട ഒരു ചരിത്രം തന്നെ രൂപപ്പെടുന്നത്. ആറന്മുള പള്ളിയോടവും വള്ളസദ്യയും ഒക്കെ രൂപപ്പെടുന്നത് ഈ തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ടാണ്. തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനായി നിർമ്മിച്ച പള്ളിയോടങ്ങളാണ് പിന്നീട് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കാണുന്ന പള്ളിയോടങ്ങളും വള്ളസദ്യയും ജലമേളയും ഒക്കെ മാറിയത്. അതിൻ്റെയൊക്കെ ഒരു ആഘോഷവും ആരവും ഒക്കെ കാണാം. നമുക്ക് എനിക്ക് പിന്നിൽ കേൾക്കുന്ന വഞ്ചിപ്പാട്ടിന്റെ താളമാണ് കേരളത്തിന് ആറന്മുള നൽകിയ സംഭാവനയാണ്. മലയാളത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഒക്കെ താളം വഞ്ചിപ്പാട്ടില്ലാതെ എന്ത് ഓണാഘോഷവും, ആറന്മുള സദ്യയില്ലാതെ എന്ത് ഓണാഘോഷം എന്നത് തന്നെയാണ് ആറന്മുള ഈ ദേശം കേരളത്തിന്, മലയാളികൾക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആറന്മുള എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവോണം അതിന്റെ പാരമ്പര്യത്തിലേക്ക് ആഘോഷങ്ങൾ എത്തുന്നു. ഇനി ഉത്രട്ടാതിക്കായുള്ള കാത്തിരിപ്പിലാണ് ആറന്മുള ദേശം.